സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. Before the truth was spoken, the silence already knew. Rain on glass like shattered time. City holds its breath. Neon prayers and broken vows dance with silent death. A siren cries somewhere far, but no one turns around. Every shadow wears a നീ എഴുതാൻ പോകുന്ന പുതിയ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടിയും നല്ല റിപ്പോർട്ട് ഞാൻ നിനക്ക് തരാം. ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ഭാവിയെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. നീ എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് നിൻ്റെ വീട്ടിൽ ഞാൻ എത്തിക്കാം. ഇതായിരുന്നു കാര്യമെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ തന്നെ മറുപടി പറയുമായിരുന്നു. ഞാനൊരു ജേർണലിസ്റ്റാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരാൾ. അതിന് നീ പണമിട്ട് വിലയ്ക്ക് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് തെറ്റി. എൻ്റെ ഈ റിപ്പോർട്ട് അടുത്ത ആഴ്ച തന്നെ പുറത്തിറങ്ങും. പല രീതിയിലും ആ വാർത്ത പുറത്തു വരാതിരിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷെ അതവൻ കേട്ടില്ല. അവസാനം എനിക്കത് ചെയ്യേണ്ടി വന്നു. അഭിരാമിനെ കൊന്നത് ഞാനാണ്. നീ പറഞ്ഞതെന്തോ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീയല്ല അഭിരാമിനെ കൊന്നത്. അന്ന് ആ മീറ്റിങ്ങിൽ നിങ്ങളോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളാണ് യഥാർത്ഥത്തിൽ അഭിരാമിനെ കൊന്നത്. ആരാണ് അയാൾ? സത്യമാണ് സാർ, എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. അബ്രാം കേസിൻ്റെ പ്രതിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നീ എഴുതാൻ പോകുന്ന പുതിയ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടിയും നല്ല റിപ്പോർട്ട് ഞാൻ നിനക്ക് തരാം. ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ഭാവിയെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. നീ എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് നിൻ്റെ വീട്ടിൽ ഞാൻ എത്തിക്കാം. ഇതായിരുന്നു കാര്യമെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ തന്നെ മറുപടി പറയുമായിരുന്നു. അതിന് നീ പണമിട്ട് വിലയ്ക്ക് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് തെറ്റി. എൻ്റെ ഈ റിപ്പോർട്ട് അടുത്ത ആഴ്ച തന്നെ പുറത്തിറങ്ങും. ആരും ഒരിക്കലും ചിന്തിക്കാത്ത ആളായിരുന്നു അഭിരാമിൻ്റെ ജീവനെടുത്തത്. അധികാരമോഹം
തലയ്ക്ക് പിടിച്ച ഒരു പക്ക ക്രിമിനൽ ദേവിക, ദേവന്റെ അനിയത്തി. ഇങ്ങനെയൊരു ട്വിസ്റ്റ് നീ പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? അവിടെ ഞാനും നിന്നെപ്പോലെ ഒരു ജേർണലിസ്റ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ യഥാർത്ഥ ജീവിതം ഇതാണ്. കൂടുതലൊന്നും നീ അറിയണ്ട. ഈ റിപ്പോർട്ടും നീയും ഒരു ഓർമ്മയാകാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നീ കേട്ടോ. ഈ വരുന്ന ഇലക്ഷന് TTP പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ ഞാനാണ്. നിന്നെപ്പോലുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ ശാപം. ഈ മരണം നീ ഞങ്ങളുടെ കയ്യിൽ നിന്നും ഇരന്നു വാങ്ങിയതാണ്. അങ്ങനെ കേരളത്തെ തന്നെ മാറ്റിമറിച്ച ജേർണലിസ്റ്റ് അബ്രാമിൻ്റെ കൊലപാതകം ക്ലോസായി. പല ചോദ്യങ്ങളും ബാക്കി വെച്ച് ദേവനെയും ദേവികയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികൾക്ക് നീതി ലഭിക്കുകയും ചെയ്തു. പെണ്ണ് പ്രതിയാവുന്ന ഒരു സബ്ജക്റ്റ് കൊള്ളാം, ഡിഫറെൻ്റ് ആണ്, ഇൻട്രസ്റ്റിംഗ്. നമുക്കിത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് കൊടുക്കാം. കഥ മുഴുവൻ തീർന്നിട്ടില്ല സാർ. ഇതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. അതെന്താ? കുട്ടികളെ എത്തിക്കുന്നത് മാത്രമായിരുന്നു ദേവൻ്റെയും ദേവികയുടെയും ജോലി. അത് കഴിഞ്ഞ് അവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്നോ അവരെങ്ങോട്ട് പോകുന്നുവെന്നോ അവർക്കറിയില്ല. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഒരു വർഷത്തിൽ തന്നെ ഇന്ത്യയിൽ മിസ്സാകുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, മിസ്റ്റർ സാം തോമസ്. ദേവനെയും ദേവികയും ചോദ്യം ചെയ്യുമ്പോഴാണ് ആദ്യമായി സാം തോമസ് എന്ന പേര് കിട്ടുന്നത്. അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് ചില സത്യങ്ങൾ മനസ്സിലാകുന്നത്. The silence already knew. ഹലോ, എന്തായി? Like shattered time, city holds its breath. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. Broken vows, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കുട്ടികൾ ബോർഡർ കടന്നിരിക്കണം. siren cries somewhere far, but no one turns around. മനുഷ്യക്കടത്ത്, ലഹരി കച്ചവടം എല്ലാം നടത്തുന്ന ഒരു പക്ക ഇൻ്റർനാഷണൽ ക്രിമിനലായിരുന്നു സാം തോമസ്. പല വഴികളിലൂടെ അയാളിലെത്താൻ ഞങ്ങൾ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം അയാൾ സിനിമാ നിർമ്മാണം ആരംഭിച്ചു. അന്ന് നടന്ന ആ പഴയ കേസ് ഒരു തിരക്കഥാരൂപേണ ഞങ്ങൾ അയാളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നിനക്കെതിരെയുള്ള തെളിവുകളെല്ലാം ശക്തമാണ് മിസ്റ്റർ സാം തോമസ്. നിനക്കിനി രക്ഷപ്പെടാനാവില്ല. കേസ് ക്ലോസ്ഡ്.